ഞാൻ വന്നിട്ടുള്ളത് ഒരു കിഡിലൻ സീഡ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വെറും 3 ചേരുവകൾ മതി ഇത് ഉണ്ടാക്കാൻ. അതും നമ്മുടെ വീട്ടിൽ എപ്പോഴുമുള്ള ചേരുവകളാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, എളുപ്പമാണ് ഉണ്ടാക്കാനും. അപ്പോൾ വായിലിട്ട് അലിഞ്ഞു പോകുന്നൊരു സീഡ്സാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഈ സീഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് 1.5 കപ്പ് തേങ്ങ ചിരവിയതാണ് കേട്ടോ. അപ്പോൾ തേങ്ങ ചിരവിയപ്പോൾ ഞാൻ ബ്രൗൺ പാർട്സ് കളഞ്ഞതിന് ശേഷം തേങ്ങ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതുപോലെ വൈറ്റ് കളറിൽ ഇരിക്കുന്നത്. തേങ്ങ ഇതിലിട്ട് 2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നെയ്യ് തന്നെ വേണമെന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ നെയ്യില്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർത്താലും മതി. നെയ്യ് ചേർക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണെന്ന് മാത്രം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട് 2 മിനിറ്റ്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 3/4 കപ്പ് മാങ്ങയുടെ പൾപ്പാണ് കേട്ടോ. അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല പഴുത്ത മാങ്ങ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുത്തതാണിത്. നല്ല മധുരമുള്ള നല്ല ടേസ്റ്റുള്ളൊരു മാങ്ങയാണ് കേട്ടോ ഇത്. അപ്പോൾ നല്ല ടേസ്റ്റും ഫ്ലേവറൊക്കെ ഉള്ള മാങ്ങ നോക്കി എടുക്കുക. മാങ്ങ ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെ അടുത്തും ഉണ്ടാവും. 3/4 കപ്പ് മാംഗോ പൾപ്പാണ് കേട്ടോ ഞാനിതിലേക്ക് ചേർത്തത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ നിന്ന് 1/2 കപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. കാരണം ഞാനെടുത്ത മാങ്ങ നല്ല മധുരം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 1/2 കപ്പ് മാത്രം ചേർത്തത്. നമ്മൾ എടുക്കുന്ന മാങ്ങയുടെ മധുരത്തിനനുസരിച്ചിട്ട് വേണം പഞ്ചസാര ചേർക്കാൻ. പഞ്ചസാര മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് പാനിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവാവുന്നത് വരെ നമ്മളത് ലോ ഫ്ലെയിമിലിട്ട് ഇളക്കിയെടുക്കണം. ഇപ്പോൾ പാനിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവായിട്ടുണ്ട്. വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയി വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലപോലെ തണുത്തിട്ടുണ്ട് കേട്ടോ. കൈകൊണ്ട് തൊടാൻ പറ്റുന്നൊരു പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഷേപ്പ് ചെയ്തെടുക്കാം. ലഡുവിൻ്റെ ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു കുഞ്ഞു സിലിണ്ടറിക്കൽ ഷേപ്പിലാണ് കേട്ടോ ചെയ്യുന്നത്. ജസ്റ്റ് ബോളാക്കിയതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഷേപ്പിൽ കിട്ടും. കണ്ടില്ലേ? ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലാത്തവർ നല്ല ബോളിൻ്റെ ഷേപ്പിൽ ലഡുവിൻ്റെ ഷേപ്പിലാക്കി എടുത്താലും മതി. ശരിക്കും പറഞ്ഞാൽ അതൊരു മാംഗോ കൊക്കനട്ട് ലഡു ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇത് ഡെസിക്കേറ്റഡ് കൊക്കനട്ട് പൗഡറിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചിരവിയ തേങ്ങയിൽ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി എല്ലാം നമുക്കിതുപോലെ ഡെസിക്കേറ്റഡ് കൊക്കനട്ട് പൗഡറിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വെറും 3 ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി സീഡ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 3 ചേരുവ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും നെയ്യ് ഉണ്ടല്ലോ. ഇനിയിപ്പോൾ നെയ്യ് ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ തേങ്ങ വെറുതെ ഒരു 2 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുത്താലും മതി കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മാംഗോ കൊക്കനട്ട് ലഡു ആണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.